ആലാട്ടുചിറ ബേത്ലഹേം സെന്റ് മേരീസ് യാക്കോബായ സിറിയാനി പള്ളിയുടെ വികാരി, ബഹുമാനപ്പെട്ട മാത്യൂസ് ഭവനാലയം അച്ഛൻ, കർത്താവിൽ നിദ്ര പ്രാപിച്ചു ബഹുമാനപ്പെട്ട ആചാര്യന്റെ ഭൗതിക ശരീരം വിശ്വാസികളുടെയും നിയമങ്ങളുടെയും മുൻപടിയോടുകൂടി ആലാട്ടുചിറ സെന്റ് മേരീസ് പള്ളിയിലേക്ക് ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരികയാണ്. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ
എന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസുഖങ്ങൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നമുക്ക് തിരിഞ്ഞ് എന്റെ അതിക്രമങ്ങളെ മായച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദ രക്ഷയെനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള എന്റെ ആത്മാവിനെ താൽമാറാക്കണമേ. ആത്മീയ
സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ സഹോദരി സഹോദരങ്ങളെ നാട്ടുകാരെ, ബഹുമാനപ്പെട്ട മാത്യൂസ് ഭാവനാലയത്തിൽ നമ്മളോട് യാത്ര ചോദിക്കുകയാണ്. അദ്ദേഹം കുറച്ച് കാലങ്ങളായി മരണത്തോട് മല്ലിട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും നാട്ടുകാരും അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷം വരെ എല്ലാ ആളുകളും അടുത്തു നിന്ന് അവരവരുടെ അങ്ങേയറ്റത്തെ സ്നേഹ ആദരവുകൾ സാമ്പത്തിക ശേഷിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻസ് അറിഞ്ഞ് സഹായിച്ച പള്ളികളും ആളുകളും വലിയൊരു സമൂഹം ആളുകൾ ഇവിടെ ഇന്ന് പ്രഭാതത്തിൽ കൂടിയിരിക്കുന്നു. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ തന്നെ പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പള്ളി വികാരിത്വം മുതൽ അദ്ദേഹം വിവിധ സമയത്ത് ഓപ്പറോണായ ഹോസ്പിറ്റലൈസേഷൻ മെച്ചമായ സാമ്പത്തികതയുള്ള ആളുകൾ അദ്ദേഹത്തോട് എന്ത് സാമ്പത്തിക വ്യയം ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടതോണം തന്നെ നടത്തണമെന്ന് നിർബന്ധിക്കുകയും ആയതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇടവക ജനങ്ങളും മുക്തകണ്ഠം ആദരവോടെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സംബന്ധിക്കുകയും ചെയ്തത് കർത്താവിനോടെ ഓർക്കുകയും തുടർന്ന് മൃതശരീരം ഇവിടെ നിന്ന് ഇനിയും ചില പള്ളികളിൽ കൊണ്ടുപോകേണ്ടതും അദ്ദേഹത്തോട് വളരെ ബഹുമാനവും ആദരവുമുള്ള ആളുകളുടെ ആവശ്യമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നാളെ ശൂലോയോ പെരുന്നാൾ ദിവസമായതുകൊണ്ട് മിക്കവാറും രാവിലെ ബഹുമാനപ്പെട്ട അച്ഛനാൽപ്പെട്ട ആളുകളായിരിക്കുന്നതുകൊണ്ട് ഉച്ച കഴിഞ്ഞാണ് ശവസംസ്കാര ശുശ്രൂഷ എല്ലാ ആളുകളും ഒരുപാട് മുഴുവൻ ആളുകൾ ചെറുതും വലുതുമായി ബഹുമാനപ്പെട്ട അങ്ങേയറ്റം അനുഗ്രഹത്തിനും കൃപയ്ക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ പട്ടക്കാരൻ്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിയുന്നവരെ കഴിയുന്നത്ര നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും കുടുംബത്തോടും ശേഷിക്കുന്ന ആളുകളോടുമുള്ള അനുശോചനം ഇവിടെ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട അച്ഛൻ്റെ യാത്രയായപ്പോൾ വഴിയിപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ള അച്ഛനായിരുന്നു ഭാവനാലയം മാറ്റി. മാറ്റിനുമായിട്ട് 10-30 കൊല്ലം മുൻപ് മുതലേ പരിചയമുണ്ട്. നമ്മുടെ ചുറ്റിപ്പള്ളി മലയിൽ വികാരിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹവുമായിട്ട് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നു. അന്ന് ഞാനൊന്ന് കായത്രായിലായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏതൊരു ദുഷ്പ്രവർത്തികളും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. പുരാതനമായൊരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വന്നു. ആ അന്തസ്സിൽ തന്നെ അദ്ദേഹം തിരിച്ചു പറയുമ്പോഴാണ് ഞാൻ അവിടെ അച്ഛൻ രോഗിയായിരുന്നു, പെട്ടെന്ന് മരിച്ചിട്ടായിരുന്നു. അതൊരു അപ്രതീക്ഷിതമായിരിക്കുന്ന കാര്യമില്ല. അഭിമുഖ്യതയിൽ ഓർമ്മപ്പെടുത്തുപോലെ മരണം എല്ലാവർക്കും അനിവാര്യമാണ്. മനുഷ്യന് യാതൊരു കാരണവശാലും ബന്ധത്തിൽ നിന്നും പിന്മാറി രക്ഷപ്പെടാൻ സാധിക്കുന്നത്. മാറ്റത്തിൽ ഉൾപ്പെട്ടവരെ ഞാൻ നിങ്ങൾ ഒരു ദിവസം ഉൾപ്പെടേണ്ടതാണ്. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എന്താണ് നാം ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് എപ്പോഴും ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. കവികൾ പല രീതിയിൽ അതിനെക്കുറിച്ച് പാടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു കവി പാടിയിരിക്കുന്നത് അർത്ഥം ഗ്രഹേതിവർത്തന്റെ ശ്മശാനെ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ചെയ്യുക ഗച്ഛന്തവൻ ഗച്ഛതി. ഈ ലോകത്തിൽ എത്ര കോടി രൂപ സമ്പാദിച്ചാലും അതെല്ലാം ഈ ലോകത്തിൽ തന്നെ വിട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ദൈവത്തിനായി അദൃശ്യമായി അവതരിപ്പിച്ച് നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അഭിനന്ദനായ കൽപ്പിച്ചതുപോലെ അച്ഛൻ്റെ സന്തത സഹചാരികളായിരുന്നു ഞാൻ ഈ വേദിയോടൊപ്പം തുടങ്ങിയ അച്ഛന്മാരുണ്ട്. എല്ലാ സമയത്തും അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരുന്ന മരണ നിമിഷം വരെ അദ്ദേഹം പലപ്പോഴും എടുത്തു പറയുന്നതാണ് ഈ ഇടവക. അപ്പോൾ നിങ്ങൾ കാണിച്ച കരുതലിന്, സ്നേഹത്തിന്, ആദരവിന് എല്ലാവിധത്തിലും നന്ദിയും സ്നേഹവും വിനയപൂർവ്വം അച്ഛൻ്റെ കുടുംബത്തിന് വേണ്ടി
അവരുടെ ഒരു എളിയ പ്രതിനിധി എന്നുള്ള നിലയിലും ഞാൻ അറിയിക്കുകയാണ്. പരിശുദ്ധ മദ്ബഹായെ സമാധാനത്തോടെ വസിക്കുക. സമാധാനത്തോടെ പോവുക. ഞാൻ ശുശ്രൂഷ നടത്തിയ ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക. ദേവാലയത്തിന്റെ അലങ്കാരമായുള്ളവേ, സമാധാനത്തോടെ പോവുക. ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക. സായോ കാദീശോ പരിശുദ്ധ പുരോഹിത, സമാധാനത്തോടെ പോവുക. ദേവാലയങ്ങളുടെ മേലധികാരികളെ സമാധാനത്തോടെ വസിക്കുക. വൃദ്ധങ്ങളോടെ പോവുക. സമാധാനത്തോടെ വസിക്കുക. നിർമ്മല കാശീശന്മാരെ സമാധാനത്തോടെ വസിക്കുക. വാത്സല്യ സഹോദരാ, അവിടുന്ന് സമാധാനത്തോടെ പോവുക. നിർമ്മല ശർമാശന്മാരെ സമാധാനത്തോടെ വസിക്കുക. അവിടുന്ന് സമാധാനത്തോടെ പോവുക. നിവാസികളുമേ സമാധാനത്തോടെ വസിക്കുക. സഹോദരങ്ങളെ സമാധാനത്തോടെ വസിക്കുക. സത്യത്തിന്റെ ഉപദേഷ്ടാവേ, അവിടുന്ന് സമാധാനത്തോടെ പോവുക. ഈ സമാധാനാശംസ എന്നേക്കുമായിട്ടാകുന്നു. മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ തിരഞ്ഞെടുപ്പ് തോമ്പ്ര പൗലോസ്, സൺഡേ സ്കൂളിന് വേണ്ടി ശ്രീ കെ കെ പൗലോസ് കാക്കുഴി, യൂത്ത് അസോസിയേഷന് വേണ്ടി സെക്രട്ടറി കല്ലിങ്കൽ ബോസ്, വനിതാ സമാജത്തിന് വേണ്ടി സെക്രട്ടറി ഏലിയാമ്മ പൗലോസ് മനിയക്കുടി, വിശ്വാസ സംരക്ഷണ സമിതിക്ക് വേണ്ടി ബിനോയ് അരീക്കൽ, ആലാട്ടീറ സെന്റ് മേരീസ് എൽ.പി. സ്കൂളിന് വേണ്ടി മാനേജർ ബിജു വർഗീസ്, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പിന്റെ സെക്രട്ടറി വിവോ പോലോസ്, സെന്റ് ജോർജ് പ്രാർത്ഥനകളുടെ എം വി പോലോസ്, സെന്റ് ജോർജ് ഗ്രിഗോറിയസ് ഇ.എം. പോലോസ്, മാർ ബസേലിയസ് പ്രാർത്ഥനകളുടെ കാണിയാക്കി സെന്റ് തോമസ് പ്രാർത്ഥനകളുടെ സെക്രട്ടറി സിമ്മി ഏലിയാസ്,
Marcoma Unit Secretary Vedanand Boros, Mara Unit Secretary Abraham Namanalis, Mara International Secretary Eldo Achapar, St. Joseph Secretary Eldo Yedi Adalani, St. John's Secretary Gurpan Joseph, Gobi Joseph. Gradually, structure നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കെന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടെൻ ദൈവമേ
വിശുദ്ധിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനാവുന്ന ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശുശ്രൂഷകളും പ്രാർത്ഥനകളും കേൾക്കുന്ന ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ യാതൊരു ചെയ്യണമേ. എന്തുകൊണ്ട് നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് എന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉത്തരഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയെ വ്രതമുറയമേ തമ്പുരാന്റെയുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ സ്നേഹത്തിലും ദൈവം തമ്പുരാനുടെ രക്ഷിക്കണമേ. കർത്താവേ, ഇന്നേ ദിവസം ഇവിടെ നിന്ന് യാത്രയായി നിന്റെ അടുക്കിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ഈ പുരോഹിതന്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് നിന്റെ വത്സരന്മാരായ നീതിമാന്മാരുടെയും പുരോഹിതന്മാരുടെയും കൂടെ സന്തോഷപൂർണമായ പരദീസായിൽ ഈ ആചാര്യനെ നീ വസിപ്പിക്കണമേ. ഓശോ മന്മേലെ തനിക്ക് പുരോഹിതന്മാരായി തെരഞ്ഞെടുത്ത് തന്റെ ധനം ആവശ്യക്കാർക്ക് കൊടുക്കുവാനുമായിട്ട് തന്റെ ശ്രീവണ്ണാരത്തിന്മേൽ അവരെ അധികാരപ്പെടുത്തിയതിനും തിരുമുഖപ്രകാശം സന്തോഷിക്കുവാനായിട്ട് ഇഷ്ടപ്രകാരം അവരെ തന്റെ വീട്ടിലേക്ക് മാറ്റിയതുമായ നിനക്ക് സ്തുതി. അവിടുത്തെ പുരോഹിതന്റെ മരണാനന്ത ശിവനെ നിർവഹിക്കുന്ന ആ സമയത്ത് സകല പെരുന്നാളുകളിലും ഞായറുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ നാളുകളൊക്കെയും തിരുമുമ്പിലാനേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലവന്യോ മോശോദഹായ ശുദ്ധീകരിക്കുന്നതിനാണ് വിശുദ്ധാനെ നിന്റെ വിശ്വസ്ത ജനത്തിന്റെ ബഹുമാനിലായ പൗരോഹിത്യം നീ ഏൽപ്പിച്ചു കൊടുത്തു. അവരെ നിന്റെ വിശുദ്ധ സഭയ്ക്ക് മധ്യസ്ഥനും അവകാശികളും അതുപോലെ അവരെ നീ അർഹരാക്കി. നിന്റെ ദാസരുടെ കടങ്ങളും പാവങ്ങളും അപരാധങ്ങളോട് വഴിയായി പരിഹരിക്കപ്പെടുകയും ലോകാധികമായ സ്വർഗീയ നഗരങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു. നിന്റെ ആചാര്യത്തെ ഇടയിൽ നിന്ന് വിവിധതരം വ്യാധികളും രോഗശിക്ഷകളോട് വഴിയായി നിരോധിക്കുകയും ചെയ്തു. ഇങ്ങനെ പരിശുദ്ധാത്മ ശോഭിതമായ എല്ലാ അലങ്കാരങ്ങളാലും അവരെ ശ്രേഷ്ഠരാക്കിക്കൊണ്ട് നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ വിജയിച്ചേരുമെന്ന് ഞങ്ങളുടെ പിതാവായ ആദാമിനെ നിശ്ചയിച്ച ന്യായവിധി പ്രകാരം ഇവരെയും കൊണ്ടുപോകുവാൻ നിന്റെ വിശുദ്ധ മാലാഖമാർക്ക് നീ അനുവാദം നൽകി. അങ്ങനെ ശബ്ദസുന്ദരമായിരുന്ന ഇപ്പോൾ ബന്ധിതമായി ഭവനമായി തീർന്നിരിക്കുന്നു. ആകയാൽ കർത്താവെ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്ന ഈ പുരോഹിതനെ അനശ്വര മഹിമകൾക്ക് നീ അർഹനാക്കി തീർക്കണമേ. അതുല്യമായ അലങ്കാരങ്ങളാലും പ്രശോഭിക്കുകയും മാലാഖമാർക്കെടുത്ത പൗരോഹിച്ച കൂടാതെ ഇവന്റെ പൗരോഹിച്ച ശുശ്രൂഷയ്ക്ക് പകരമായി നിന്റെ പരിശുദ്ധന്മാരോടൊരുമിച്ചുള്ളതായ ആനന്ദം ഇവന് നൽകണമേ. ഈ സന്നിധിയിലവൻ അർപ്പിച്ചിട്ടുള്ളതായ വിരൽ മുഖാന്തരം ഇവൻ തന്നെയായി തീരണമേ. ഇവൻ പ്രാവശ്യമായതാൽ എന്തുകളും വെച്ചുക യഥാർത്ഥ പ്രധാനാചാര്യനാകുന്ന നിന്നെ പരിശയോടുകൂടി തിരിച്ചേൽപ്പിച്ചുകൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും സമൂഹത്തിന് ഇവൻ നടക്കനായി തീരണമേ. സകല ദുഃഖങ്ങളിൽ സ്തുതികരമാകണമേ. ോടുകൂടി ഇവനാലുകയും ഇടിയവുന്ന യോഹന്നാന്റെ കൂട്ടത്തിൽ ഇവനും സ്തുതിവാകുകയും സ്ത്രീഹന്മാരുടെ കൂടെ മഹത്വപ്പെടുകയും ചെയ്യുമാറാകണമേ. പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ ഇവൻ ശോഭിക്കുകയും പൗരോഹിച്ച വസ്ത്രങ്ങളാൽ അലങ്കൃതനാവുകയും ചെയ്യുമാറാകണമേ.
ഈ ജീവിതത്തിനുള്ളതായ വിടുതൽ ദുഷ്ടാത്മാവിന്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ കാത്തു രക്ഷിച്ചുകൊള്ളണം. ഞങ്ങളുടെ കർത്താവായ ശിഷ്യാന്റെയും വാഴ്ത്തപ്പെട്ടതും സൗഭാഗ്യവാനും അഞ്ചിതാവിന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും കൃപയാൽ വിരഹിത മനുഷ്യനോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആശ്വാസം ഞങ്ങൾക്ക് ഒന്നേക്കും സ്തോത്രം നിന്റെ അത്ഭുതത്തിൽ ജീവകരമായ പാളയങ്ങൾ വസിക്കുവാൻ ഈ നിന്റെ ശുശ്രൂഷകനെ നീ അർഹനാക്കി തീർക്കുകയും ചെയ്യണമേ. ായ പുരോഹിത സമാധാനത്തോടെ പോകും. Hallelujah.
ബാല്യം മുതൽ ഓടി നടന്ന് കളിച്ചു നടന്നിട്ടുള്ളതായ സ്ഥലമാണ് വെങ്ങോല. ഈ വെങ്ങോല ഇടവകയിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കുറുപ്പുംപടി വിശുദ്ധ മർത്തമറിയം പള്ളിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട തോട്ടകം സെന്റ് ജോർജ് പള്ളിയിൽ നിന്നൊക്കെ അനുശോചനം അറിയിക്കെ റീത്തുകൾ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനു മുൻപായിട്ട് ഈ പള്ളി ഇടവകയിൽ നിന്ന് ഈ പള്ളിയിലെ മാർഗനാം സൺഡേ സ്കൂളിന്റെ വകയായി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. മർത്തമറിയം വനിതാ സമാജത്തിന്റെ വകയായുള്ള റീത്ത് ഇപ്പോൾ സമർപ്പിക്കുന്നു. മാർഗനാം യൂത്ത് അസോസിയേഷന്റെ വകയായിട്ടുള്ള റീത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. മാർഗനാം സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ളതായ റീത്ത് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്റെ വീട് ഉൾക്കൊള്ളുന്ന മാർ കൗമ കുടുംബ യൂണിറ്റിന്റെ വകയായിട്ടുള്ള റീത്തും ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കുറുപ്പംപടി വിശുദ്ധ മർത്തമറിയം പള്ളി. ആദരണീയരായ വൈദിക ശ്രേഷ്ഠത്തെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാടും ദേശവും സഭയും ഇത്രയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വേർപാട് മുഖാന്തരം ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ആയിരുന്നു എന്നുള്ളത് ഇവിടെ നിൽക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിവുള്ളതാണ്. ശുശ്രൂഷാദി കാര്യങ്ങളെക്കുറിച്ച്, പള്ളി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. കുറുപ്പംപടി പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല പ്രാവശ്യം പള്ളിയിൽ വരികയും ഒരുമിച്ച് ശുശ്രൂഷ നടത്തിയിട്ടുള്ളതും ഇപ്പോൾ അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ച യാത്രയായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ശുശ്രൂഷ ചെയ്ത ദേവാലയങ്ങളിലെല്ലാം, അവിടെ നിന്നുള്ള എല്ലാ ദേവാലയങ്ങളുടെയും നിന്നുള്ള അറിവനുസരിച്ച് അവിടെ എല്ലാം ഒരു ആത്മീക നിറവ് പ്രദാനം ചെയ്യുവാനായിട്ട് അച്ഛൻ ശുശ്രൂഷ ദേവാലയങ്ങളിലെല്ലാം സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്. അച്ഛൻ്റെ മാതൃടവകയായ തെങ്ങോട് മർത്തോമറിയം പള്ളിയിലും അച്ഛൻ വളരെ ചുരുങ്ങിയ കാലം ശുശ്രൂഷ നടത്തിയിട്ടുള്ള തോട്ടകം പള്ളിയിലാണ് ഇപ്പോൾ ഇരിക്കുക. ഈ രണ്ട് ദേവാലയങ്ങളിലും അച്ഛനെ കുറിച്ചുള്ള ആളുകളുടെ സമീപനം അത്രമാത്രം, അച്ഛൻ്റെ ശുശ്രൂഷയിൽ എത്രമാത്രം താല്പര്യവും അച്ഛനോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ചിന്തിച്ചു പോവുകയാണ്. വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും ചർച്ചക്കാരോടും സുഹൃത്തുക്കളോടും ഒക്കെയുള്ള അനുശോചനം തോട്ടകം ഇടവകയുടെ പേരിൽ അർപ്പിക്കുവാനും ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ആത്മാർത്ഥതയുള്ള മക്കൾക്കൊന്നും ആവില്ല. വെറും ഒരു കൊച്ചു ബാലനായിട്ട് ആഴകപ്പള്ളിയുടെ നടയിൽ നിന്നുകൊണ്ട് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസവും ദൈവിക ആരാധനയും ഒക്കെ സംബന്ധിക്കുമ്പോൾ അന്ന് വിശുദ്ധ ബലിയണിച്ച് ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ തരുന്നത് ഇന്ന് യാത്ര ചോദിക്കുന്ന പാവനാലയ മാത്യൂസ് അച്ഛനാണ്. അച്ഛൻ മനസ്സിൽ പോയിട്ടുള്ള, അച്ഛൻ മനസ്സിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള ആശയങ്ങളും അച്ഛൻ്റെ
വിശുദ്ധ അമ്മയോടുള്ള ദൈവഭക്തിയും അന്നു മുതൽ മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഈ അച്ഛൻ തന്നെ വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിപ്പിച്ച് ദേവാരാധനയ്ക്ക് ഉയർത്തിക്കൊണ്ടുവന്ന എത്രയും ആദരിക്കപ്പെട്ട ബത്സൈദായുടെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട AP ജോർജ് അച്ഛനെ ഞാൻ വിവരം അറിയിച്ചു. അച്ഛൻ ഇങ്ങനെ അത്യാസന്ന നിലയിലാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ 3 ദിവസം മുമ്പ് ജോർജ് അച്ഛൻ എഴുതി, ക്ലിനിക്കലി പാവനാലയം അച്ഛൻ മരിച്ചു കഴിഞ്ഞു, പക്ഷേ ബയോളജിക്കലി അച്ഛൻ മരിച്ചിട്ടില്ല. ഒരു പക്ഷേ അച്ഛനെ സ്വർഗദൂതന്മാര് വിശുദ്ധ അമ്മയോടുകൂടെ ചേർന്ന് കൊണ്ടുപോകാനായിരിക്കാം ഇത്രയും ദിവസങ്ങൾ കാത്തിരിക്കുക എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. എത്രയോ അർത്ഥപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ സാക്ഷാത്കാരമാണെന്ന്. അച്ഛന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു, അച്ഛന് ഒരുപാട് അപാകതകൾ ഉണ്ടായെന്നുള്ള അഭിപ്രായം ഉള്ളപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള എന്റെ അഭിപ്രായം മുഴുവൻ അച്ഛന്റെ ദൈവമാതാവിന്റെ സ്മരണയുമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മധുരമായ ഓർമ്മകൾ മുഴുവനുമാണ് ഈ ദിവസങ്ങളിലുള്ളത്. പ്രിയമുള്ളവരെ, വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മനസ്സിന്റെ വികാരങ്ങൾ മുഴുവൻ, വേദനകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ അസുഖം തുടങ്ങിയ നാൾ മുതൽ ആ പ്രയാസങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യുവാൻ ഇടയ്ക്കൊക്കെ അവസരം കിട്ടിയത് വളരെയേറെ വേദനയോടെ ഓർക്കുന്നു. പക്ഷേങ്കിൽ ഈ സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയം മനസ്സിലൂടെ കടന്നു പോകുന്നത് വളരെയേറെ പ്രശ്നങ്ങൾ ഉള്ളിൽ ഒതുക്കുമ്പോഴും യവനി നീ ഒഴുകൂ എന്ന രീതിയിൽ ശാന്തമായി ആ കാര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു ദൈവീക നിയോഗം എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സഹപാഠികൾ എന്ന് പറയാൻ ഒക്കുകയില്ല എങ്കിലും എന്നെ കഴിഞ്ഞും അല്പം കൂടെ സീനിയോറിറ്റി അദ്ദേഹത്തിനുണ്ട്. പഠിക്കുന്ന കാര്യങ്ങളും ഇനിയുള്ള ദിവസങ്ങൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് കുഞ്ഞാടുകളോട് ചേരുവാനും ആത്മീയ ശുശ്രൂഷാദികളിൽ എന്തെങ്കിലും ജീവിതത്തിൽ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അളവറ്റ കരുണയാല് ആശ്വാസം കൊടുത്ത് തൻ്റെ മുഖത്തു നിന്ന് കണ്ണുനീർ നീക്കിക്കളഞ്ഞ് ആശ്വാസത്തിൻ്റെ കിരണങ്ങളെ തൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ആശ്വാസം കൊടുക്കട്ടെ എന്ന് അദ്ദേഹം നമ്മളോട് ആശംസിക്കുന്നതോടൊപ്പം തന്നെ വേർപാട് വളരെ വേദനാജനകമാണ്. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻവിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ.
നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. സ്വർഗ കവാടം തുറക്കൂ. നാഥ കാരുണ്യവായ്പോടെ നോക്കൂ. മന്നേതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മന്നേതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കണേ നാഥ. നിന്റെ കാരുണ്യമളവറ്റതല്ലേ. സർവം പൊറുക്കണേ നാഥ. നിന്റെ കാരുണ്യമളവറ്റതല്ലേ. നീതിമാന്മാരുടെ പുനരുദ്ധാരകനും തന്റെ സന്നിധിയിൽ നിർമ്മലമായി ശുശ്രൂഷിച്ചവരുടെ നവജീവനും യഥാർത്ഥാലംബവും സന്തോഷപ്രദവും നിർവ്യാജവുമായ ചാരവും ഞാൻ അവിടെ സ്ഥിതി ചെയ്യുന്നു അവിടെ ആയിരിക്കും എന്റെ ശുശ്രൂഷകൻ നരളി ചെയ്ത മനമാവുന്ന കർത്താവിന്റെ സ്തുതി. നാഥ, നിലടക്കിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഈ പുരോഹിതന് വേണ്ടി ഈ സുഗന്ധധൂപത്തോടുകൂടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അഹ്റോനോടും ഫിനെഹാസിനോടും ശമൂവേലിനോടും കൂടി ഇവനെ അനുഗ്രഹിക്കുമാറാകണമേ. മേലുള്ള സ്ത്രീജനങ്ങളുടെ കൂടെ നിനക്ക് ശുശ്രൂഷണദ്വാരമർഹനാക്കുകയും ചെയ്യണമേ. ഈ പുരോഹിത സംസ്കാരം ഞങ്ങൾ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. നിന്നെ ശുശ്രൂഷിച്ച് പൗരോഹിത്യ സേവനം നടത്തി ഫലങ്ങൾ കൊണ്ട് നിറയത്തക്കവണ്ണം പുണ്യവാന്മാരായ പ്രധാനാചാര്യന്മാരെയും നിർമ്മലന്മാരായ പുരോഹിതന്മാരെയും വെടിപ്പുള്ള ആശന്മാരുടെയും അണികളാൽ അതിനെ ബഹുമാനിച്ച് ശ്രേഷ്ഠപ്പെടുത്തുകയും ചെയ്തു. ഇവരെ നിന്റെ മഹമേറിയ സ്വർഗീയ ശ്രീഭണ്ഡാരത്തിന്റെ വിചാരകന്മാരായി നിയമിച്ചുകൊണ്ട് നിന്റെ ഉദാശകളുടെ നിർവഹണം അവരെ വിശ്വസ്തയോടെ വരമേൽപ്പിക്കുകയും ചെയ്തു. ആകയാ നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തിയായി നിന്റെ പുരോഹിതന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവമേ, ഇവന്റെ പൗരോഹിത്യ വേലയിൽ ഏകാഗ്രതയോടെ ഏർപ്പെട്ട ശേഷം ഇവിടെയുള്ള സഭയിൽ നിന്ന് പിൻപിരിഞ്ഞ് തെറ്റുകളുടെ സമുദ്രമായ ലോകത്തിൽ നിന്ന് വിട്ടുമാറി നിന്റെ അടുക്കലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഇവൻ നിന്നെ ഉൾക്കൊള്ളുകയും നിന്റെ കുദാശകളുടെ രഹസ്യങ്ങളിൽ അധികാരപ്പെടുകയും നിന്റെ പൗരോഹിത്യ പ്രാകാരങ്ങളിൽ പ്രവർത്തിക്കുകയും രാജകീയ പള്ളിയറയിൽ എന്ന പോലെ വസിക്കുകയും
ഗുരുസന്നിധിയിൽ വണങ്ങിക്കൊണ്ട് വിശ്വാസികളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യ സ്നേഹമുള്ളവനായ ദൈവമേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നിന്റെ ആരാധകരും കൂദാശാനുഷ്ഠാനുമായ നിന്റെ പുരോഹിതനെയും നിന്റെ മണവറയിലെ യോഗ്യതയിലെ ആഘോഷത്തിൽ നിന്ന് നീ പുറന്തള്ളിക്കളയുമാറാകരുതേ. നിന്റെ വിശുദ്ധന്മാരിൽ നിന്ന് ഇവൻ വിരോധിക്കപ്പെടുമാറാകരുതേ. നിന്റെ വത്സരന്മാർക്ക് അന്യനായി ഭവിക്കരുതേ. നിന്റെ മുഖപ്രസന്നതയിൽ നിന്ന് തള്ളപ്പെടുകയാകുമാറാകരുതേ. നിന്റെ രക്തശരീരങ്ങളെ ശുശ്രൂഷിച്ച് ആഘോഷിച്ച കൈകളെ കഠിനബന്ധനങ്ങളാൽ നീ ബന്ധിക്കുമാറാകരുതേ. നിന്റെ മദ്ബഹായുടെ വിശുദ്ധമായ പടിയിൽ ചവിട്ടിയതായ കാലുകളെ ഉഗ്രമായ ലാത്തുകളാൽ നീ ബന്ധിക്കുമാറാകരുതേ. പിന്നെയോ നിന്റെ മുഖപ്രകാശം ഇവനായി ഉദിപ്പിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിപ്പിക്കുകയും ചെയ്യുമാറാകരുതേ. വിനാശത്തിൽ നിന്ന് ആചാര്യനെ രക്ഷിച്ചുകൊള്ളണമേ. ഈ ആചാര്യന് വേണ്ടി ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഹൃത്താൽ ഈ ആചാര്യന്റെ ആത്മാവിനെയും ദേഹിയെയും വിശുദ്ധീകരിച്ച് സന്തോഷ സ്ഥലത്ത് ആശ്വാസം നൽകണമേ. ഈ ആചാര്യന് ഞങ്ങളുടെ വിശ്വാസികളായ സകലപരേതരം നിന്റെ വലത്ത് വശത്ത് നിന്നുകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അർപ്പിക്കുമാറാകണമേ. ബാർക്കുമാർ നിന്നെ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം പാദങ്ങൾ
ലോകമാം ഗംഭീരവാരീതിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ ആത്മാവിനായി. ഞെരുക്കത്തിനൊപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണൂനീർ കൂടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ശ്വാസ
യേശുവിൽ അർപ്പിച്ചിട്ട് അക്കേറെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്ങിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. തന്റെ ബഹുമാന്യതയെ ശുശ്രൂഷിക്കുവാൻ പുരോഹിതന്മാരെ തിരഞ്ഞെടുത്ത പ്രധാനാചാര്യനും തന്റെ കൂതാശകരമായ സേവനത്തിന് ഭൗമികരെ നിയോഗിക്കുവാൻ തിരുമനസ്സായ സ്വർഗസേനകളുടെ നാഥനും തന്റെ ദൈവികമായ കൂതാശകളുടെ പരിചാരകന്മാരായി എളിയവരായി മൺമേരെ നിയമിച്ചാക്കിയ മഹാപ്രധാനാചാര്യനും തന്നെ സൂക്ഷിച്ച് നോക്കിക്കാണുവാൻ മാലാഖമാർ ആഗ്രഹിച്ചിരിക്കെ തന്റെ കൈകൾ മനഞ്ഞുണ്ടാക്കിയ മൺകോഴിയാൽ ശുശ്രൂഷിച്ചുകൊള്ളുവാൻ തിരുമനസ്സായ സ്വർഗീയ രഹസ്യമായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ പുരോഹിതന്റെ ശവസംസ്കാര ശുശ്രൂഷ അടിയങ്ങൾ നിർവഹിക്കുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ശരീരികളുമായ സകല ഗണങ്ങളുടെ നാഥനും തന്റെ അദൃശ്യാവസ്ഥയിൽ മറവായിരിക്കുന്നവരും കൃപയിൽ ശ്രേഷ്ഠമായ കർത്താവേ, മൺമയിലും ജലീകവികാരങ്ങളിലും ബന്ധിതരുമായ ദൈവരായ ഞങ്ങളെ മനുഷ്യ സ്നേഹത്തോടെ നീ തിരഞ്ഞെടുത്ത് അഗ്നമയന്മാരും ആത്മീയരുമായ മാലാഖമാരുടെ കൂട്ടങ്ങൾക്ക് ഗണങ്ങൾക്ക് മറവായിരിക്കുന്ന ജീവപ്രദമായ ദൈവരഹസ്യങ്ങൾ ശുശ്രൂഷിക്കുവാൻ നിയമിച്ചുവല്ലോ. 3 കാദീശ് പാട്ടുകളാൽ ആഘോഷിക്കപ്പെടുന്നവനായി നിന്നെ ഞങ്ങളോടുകൂടെ ശുശ്രൂഷിച്ച് തങ്ങളുടെ കൈകളാൽ ആഘോഷിക്കുവാൻ മാലാഖമാർ വളരെ സന്തോഷത്തോടുകൂടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആയതിനാൽ ഞങ്ങളെ ശ്രേഷ്ഠരാക്കി തീർത്ത ഈ ബഹുമതിയിൽ നിന്നും ഞങ്ങളുടെ വർഗത്തലവന്റെ കൽപ്പന ലംഘനവും അനുസരണക്കേടും മുഖാന്തരം ഞങ്ങൾ പതിച്ച് നിർബന്ധമായ മരണമെന്ന കൈപ്പേറിയ കാസ് ഞങ്ങൾ പാനം ചെയ്യേണ്ടി വരികയും കബറിലെ വിനാശത്തിലേക്ക് പ്രവേശിക്കുകയും ദുരാഗ്രഹിയായ മരണത്തിന്റെ കാറ്റിൽ ഞങ്ങൾ ബന്ധിതരാകുകയും ആക്കരുത്. കർത്താവേ, കരുണയോടെ ഇവനെ നീ വീക്ഷിക്കണമേ. തിരുസന്നിധിയിലേക്ക് ഇവനെ വിളിച്ചു ചേർത്ത് കൊള്ളണമേ. ആത്മീയന്മാരുടെ അണികളിൽ ഇവനെയും നീ എണ്ണണമേ. മാലാഖമാരുടെ ഗണങ്ങളിൽ ഇവനെയും നീ ഉൾപ്പെടുത്തണമേ. നിനക്ക് സ്തുതി പാടുന്നവരുടെ കൂട്ടത്തിലുവരെയും ക്രമീകരിക്കണമേ, മാറാകണമേ.
സമാധാനത്തോടെ വസിക്കുക. സഹോദരങ്ങളെ സമാധാനത്തോടെ വസിക്കുക. സമാധാനത്തോടെ പോകുക. ഈ സമാധാനാശംസമായിട്ടുണ്ടാകുന്നു. രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ട പ്രയാസം അനുഭവിക്കുമ്പോഴും നമ്മുടെ കർത്താവിനുള്ളതായ പ്രത്യാശയിൽ ജീവിച്ച് ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഇത്രയും ബഹുമാനപ്പെട്ട മാത്യു, ഞാൻ ഒരു കൊച്ചു ഗർഭാശനായിരിക്കുമ്പോൾ മുതൽ വളരെ അടുത്ത് അറിയുന്ന ഒരു അച്ഛനായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും കുടുംബത്തെയും സഹോദരങ്ങളെയും എല്ലാവരെയും ഈ സമയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ സാധിക്കുന്ന താൻ പ്രിയമെന്ന യജമാന്റെ സന്നദ്ധിയിലേക്കാകുന്നു താൻ പോകുന്നത് എന്നതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന വേദനയോടെ ദുഃഖിക്കുന്നതിനേക്കാൾ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ആശ്വാസം കണ്ടെത്തുവാൻ ദൈവസമയം. Chicago.